18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. 30 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് വിമാനത്താവളം വഴി വന്നതായി പോലീസിന് വിവരം. പ്രധാന പ്രതി അബു താഹിറിനെ നിയന്ത്രിച്ചിരുന്ന സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരവും പോലീസിന് കിട്ടിയതോടെ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. പെരുമ്പാവൂരിൽ 18 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വരുന്നത്. അത് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ്. 4 പ്രതികളെയാണ് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ഇതുവരെ അറസ്റ്റിലായതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അബു താഹിർ പാലക്കാട് സ്വദേശിയാണ്. കൂടാതെ ഹരികൃഷ്ണൻ, അനീഷ് ഈ രണ്ടുപേരും പാലക്കാട് സ്വദേശികളാണ്. ഒപ്പം വൈപ്പിൻ സ്വദേശി ആയുഷും. 4 പേരെയാണ് കസ്റ്റഡിയിൽ ഇൻട്രോഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതായത് ബാങ്കോക്കിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത് ജൂൺ മാസത്തിൽ 3 കൺസൈൻമെന്റുകളാണ്. ആ 3 കൺസൈൻമെന്റുകളിൽ എത്ര ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത് ഏകദേശം 30 കിലോഗ്രാമോളം ഹൈബ്രിഡ് കഞ്ചാവ് അതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. നേരത്തെ 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു. അത് ആയുഷിൽ നിന്നും അനികയിൽ നിന്നുമാണ്. ഈ ആയുഷും അനികയും ഈ പറയുന്ന അബു താഹിർ, ഹരികൃഷ്ണൻ എന്നിവരിൽ നിന്നാണ് ലഹരി വാങ്ങിയത്. അതാണ് പിന്നീട് പോലീസ് പിടികൂടിയത്. അപ്പോൾ ബാക്കി വരുന്ന 12 കിലോഗ്രാം വരുന്ന ലഹരി അത് ഈ അബു താഹിറും മറ്റു ചിലർക്ക് വിറ്റിട്ടുണ്ട് എന്നതാണ് പോലീസിന് വ്യക്തമാകുന്നത്. അതായത് ഈ 3 കൺസൈൻമെന്റുകളിൽ 30 കിലോ എന്ന് പറയുമ്പോൾ ഒരു ട്രോളിയിൽ 10 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് അനുമാനിക്കുന്നത്. അത്തരം ഇൻഫോർമേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഓരോരുത്തരെയും പിടികൂടുന്ന ഘട്ടത്തിലാണ് അതിന് തൊട്ട് മുകളിലുള്ള ആളിലേക്ക് പോലീസിന് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഹരികൃഷ്ണനെ പിടികൂടിയ ഘട്ടത്തിലാണ് ഹരികൃഷ്ണന്റെ മുകളിലുള്ള അബു താഹിറിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞതും അയാളെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായിരുന്നു, ഈ അബു താഹിറിന് മുകളിലും ഒരു ഗ്യാങ് ഉണ്ട് ഈ ലഹരിക്കടത്ത് നിയന്ത്രിക്കുന്നത് വിദേശത്ത് നിന്ന് നാട്ടിലേക്കുള്ള കേരളത്തിലേക്കുള്ള എന്ന കാര്യം ബോധ്യമായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിക്കുന്ന ചില ഇൻഫോർമേഷനുകളും പ്രതികളുടെ കസ്റ്റഡി ഇൻട്രോഗേഷനിൽ കിട്ടിയിട്ടുണ്ട്. ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിനെ നിയന്ത്രിക്കുന്ന സംഘങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഈ അബു താഹിറിന് മുകളിലുള്ള അബു താഹിറിനെ അടക്കം നിയന്ത്രിക്കുന്ന സംഘത്തെക്കുറിച്ച് അതിൽ ചിലർ ബാങ്കോക്കിലുണ്ട്, അതോടൊപ്പം തന്നെ കേരളത്തിലടക്കം അവർ ഉണ്ട് എന്നതാണ് വിവരം. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവരെ പിടികൂടാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുറമെ മറ്റ് 4 അറസ്റ്റ് കൂടിയാണ് മുൻപ് ഈ കേസിൽ ഉണ്ടായത്. അതിലൊന്ന് അനികയാണ്, ആയുഷിന്റെ ഭാര്യ. കൂടാതെ മറ്റു 3 പേർ, അതിൽ പ്രസ്ജിത്ത് ഉണ്ട്, ശ്രീജേഷ് ഉണ്ട്, സഞ്ജയ് ഉണ്ട്. ഇവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതായത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ പല ആളുകളെയും ഇവർ കണ്ടെത്തും, കാരിയർമാരായി ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നും മറ്റും ബാങ്കോക്കിലേക്ക് അയക്കും. അവിടെ ഇവർക്ക് ഏജന്റുമാരുണ്ട്. ബാങ്കോക്കിലെ ആ ഏജന്റുമാർ ഇവർക്ക് ഈ കഞ്ചാവ് നൽകും. മാത്രമല്ല ഈ കടത്തിനെ നിയന്ത്രിക്കുന്ന ആളുകളും അവിടെയുണ്ട്. അപ്പോൾ അവർ ഇവർക്ക് കഞ്ചാവ് നൽകും. തുടർന്ന് ഈ കാരിയർമാർ അത് വിമാനത്താവളം വഴി ഇവിടേക്ക് എത്തിക്കും. അങ്ങനെ ഇവർക്ക് ഈ സാധനം കൈമാറുമ്പോൾ റെമ്യൂണറേഷനും കൊടുക്കും. ഇവരുടെ യാത്ര, മറ്റു ചെലവുകളെല്ലാം സൗജന്യമായിട്ടാണ് ഈ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘം വഹിക്കുന്നത്. ഈ കാര്യങ്ങൾ ബോധ്യമായിരുന്നു. അപ്പോൾ ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട റെമ്യൂണറേഷൻ, അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്തായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഈ ലഹരി വേട്ടകളിൽ ഒന്നാണിത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതിന് വലിയ വേരുകളുണ്ട്. കാരണം ഈ ബാങ്കോക്കിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ലഹരി കൊണ്ടുവരികയാണ്. ഹൈബ്രിഡ് കഞ്ചാവാണ്. ആ ഹൈബ്രിഡ് കഞ്ചാവിന് 1 കിലോയ്ക്ക് ഏകദേശം 1 കോടിയോളം രൂപ മൂല്യം വരും എന്നതാണ് വ്യക്തമാകുന്നത്. കൂടാതെ എങ്ങനെ ഈ വിമാനത്താവളത്തിന് പുറത്ത് ഈ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും സുപ്രധാനമായി മുന്നോട്ട് നീങ്ങുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കഞ്ചാവ് കടത്തുണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് സംഘം പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉദ്യോഗസ്ഥ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ്. ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നതാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്. ലായനിയിലാണ് ഇത് വളർത്തിയെടുക്കുന്നത്. പോലീസിന് ഈ റാക്കറ്റിനെ കുറിച്ച് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളിലായിരുന്നു പോലീസ് സംഘം. അങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ പറയുന്ന ആയുഷ് ബൈക്കിൽ വരുമ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1.5 കിലോയ്ക്ക് അടുത്ത് ഹൈബ്രിഡ് കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ പക്കൽ കൂടുതൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെന്ന് ബോധ്യമായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യലിലാണ്
ഞങ്ങൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണെന്നും അവിടെ കൂടുതൽ ഈ ലഹരി സംഭരിച്ചിട്ടുണ്ട് എന്ന വിവരവും പോലീസിന് കൈമാറുന്നത്. തുടർന്ന് പോലീസ് സംഘം അവിടേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. അവിടെ ഏകദേശം 16 കിലോയിലധികം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് അവരുടെ ആ ഫ്ളാറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അനികയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യ 2 അറസ്റ്റ് ഉണ്ടാകുന്നത്. തുടർന്ന് തുടർച്ചയായിട്ടുള്ള 6 അറസ്റ്റുകൾ. ഇനിയും ഈ കേസിൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും വലിയ വേര് ലഹരിയുടെ ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്കുള്ള ലഹരിയുടെ വലിയ വേര് പൂർണ്ണമായും അറുക്കാനുള്ള ശ്രമത്തിലാണ് എറണാകുളം റൂറൽ പോലീസും പെരുമ്പാവൂർ പോലീസും ഉള്ളത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.